ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 3-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. സങ്കീർത്തകൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുകയാണ്, വിമോചനം കർത്താവിൽ നിന്നാണ് വരുന്നത്. വിമോചനം കർത്താവിൽ നിന്നാണ്. എത്ര മനോഹരമായ വചനമാണിത്. എല്ലാ ആത്മീയ നന്മകളുടെയും ഉറവിടം നമ്മുടെ കർത്താവാണ്. നമുക്ക് വേണ്ട വിമോചനവും നമുക്ക് ആവശ്യമായ സൗഖ്യവും നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളും വിവിധങ്ങളായ നന്മകളെല്ലാം കടന്നു വരുന്നത് ദൈവമായ കർത്താവിൽ നിന്നാണ്. വിമോചനം കർത്താവിൽ നിന്നാണ്. ഈ വചനത്തിന് ഉറപ്പിൽ പുറമായും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായ എല്ലാ തലങ്ങളിലേക്കും കർത്താവിൽ നിന്ന് ഡെലിവറൻസ് പവർ, വിമോചനത്തിന്റെ ശക്തി വ്യാപരിക്കുവാൻ നമ്മൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങ് നൽകുന്ന വിമോചനത്തിന്റെ ശക്തിയാൽ എന്റെ ഭവനം നിറയട്ടെ. എന്റെ കുഞ്ഞുങ്ങളിൽ ഡെലിവറൻസിന്റെ പവർ വ്യാപരിക്കട്ടെ. പിശാചിന്റെ അടിമത്തങ്ങളെ തകർക്കുന്ന, സാത്താന്യ കെട്ടുകളെ പൊട്ടിക്കുന്ന, നരകത്തിന്റെ സ്വാധീന ബന്ധനങ്ങൾ അഴിച്ചു കളയുന്ന വിമോചനത്തിന്റെ ശക്തിയാൽ എന്റെ തലമുറ, ഞാനായിരിക്കുന്ന എന്റെ സമൂഹം, എന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും ഈ ശക്തി വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ചങ്ക് തുറന്ന് ആഗ്രഹിച്ച കർത്താവിനോട് പറയണം. നമ്മൾ എവിടെയായിരുന്നാലും, ശാലം ടെലിവിഷനിലൂടെ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ എല്ലാം ഈ ശുശ്രൂഷ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. എന്റെ സഹോദര സഹോദരി, നീ ആയിരിക്കുന്നിടത്ത് കർത്താവ് നൽകുന്ന വിമോചനത്തിനായി ദാഹിക്കുക. കർത്താവേ, എനിക്ക് വിമോചനം വേണം, എനിക്ക് വിമോചനം വേണം. അങ്ങ് നൽകുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നിലേക്ക് പകരണം. ഈ ഒരു ആഗ്രഹത്തോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങള്, നമ്മുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങള്, നമ്മെ അലട്ടുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കുടുംബം നേരിടുന്ന പ്രതിസന്ധികള്, വിട്ടുമാറാത്ത പ്രതിബന്ധങ്ങള്, കൊടിയ സഹനങ്ങള്, ദുരിതങ്ങള്, ഈ തലങ്ങളിലേക്കെല്ലാം കർത്താവിൽ നിന്ന് വിമോചനം കടന്നു വരുവാൻ, ഡെലിവറൻസിന്റെ കൃപ ഈ തലങ്ങളിലെല്ലാം വ്യാപരിക്കുവാൻ നമ്മൾ ഒന്നുചേർന്നൊരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, വിമോചന ശക്തിയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. വിമോചനം കർത്താവിൽ നിന്നാണ്, കർത്താവിൽ നിന്നാണ്. ഈശോയേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ റൂഹായേ, ദൈവത്തിന്റെ റൂഹായേ, വിമോചനത്തിന്റെ ആത്മാവായി, വിമോചനത്തിന്റെ ആത്മാവായി, വിടുതലിന്റെ ശക്തിയായി, വിടുതലിന്റെ ശക്തിയായി പതിനായിരങ്ങളിൽ നിറയണമേ, പതിനായിരങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരണമേ, ഭവനങ്ങളിലേക്ക് വരണമേ. പൈശാചികാധിപത്യങ്ങള്, നാരകീയ ശക്തികള്, തിന്മയുടെ പോരാട്ടങ്ങള്, അന്ധകാര മുഖങ്ങള്, കർത്താവ് നൽകുന്ന വിമോചനത്തിന്റെ അനന്ത ശക്തിയാ തകർക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപ തരണമേ, കർത്താവേ, കൃപ തരണമേ, കൃപ വർഷിക്കണമേ, കർത്താവേ, കൃപ വർഷിക്കണമേ. ഡെലിവറൻസിന്റെ പവർ ആയിരങ്ങളിൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗം നൽകുന്ന വിമോചനത്തിന്റെ ശക്തി, തിരുരക്തത്തിലൂടെ ലഭ്യമാകുന്ന ഡെലിവറൻസിന്റെ പവർ നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് കരഘോഷത്തോടെ നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിന്റെ രക്തം, കറയില്ലാത്ത രക്തം, അമൂല്യമായ രക്തം, പരിശുദ്ധ രക്തം, നിഷ്കളങ്ക രക്തം, തിരു രക്തമേ, പവർ, പവർ, പവർ. ആമേൻ, ആമേൻ.
തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോര തുള്ളിയാൽ കഴുകണമേ, തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുക. അങ്ങ് ആഗ്രഹത്തോടെ പറഞ്ഞേ, കർത്താവേ ഞങ്ങളെ കഴുകണമേ, എല്ലാ ശുദ്ധതയിൽ നിന്നും, എല്ലാ മലിനതയിൽ നിന്നും, ലോകത്തിന്റെ എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും കർത്താവേ കഴുകണമേ, കഴുകണമേ കർത്താവേ, ഞങ്ങളെ തിരുച്ചോരയാൽ കഴുകണമേ. ഒരിക്കൽ കൂടെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോര തുള്ളിയാൽ കഴുകണമേ, തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ഹല്ലേലൂയ 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 നമ്മൾ ഒന്നിച്ച് പാടി പാടി ആരാധിക്കുന്നു. ഹല്ലേലൂയ. മുഖ്യദൂതന്മാരെ തിരുച്ചോര തെളിച്ച് ഞങ്ങളെ കഴുകണമേ, തിരക്തം ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ. യേശുവിന്റെ രക്തം പെരുമഴ പോലെ പെയ്യട്ടെ ഞങ്ങളുടെ തലമുറകളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, ലോക ജനതയിലേക്ക് പെരുമഴ പോലെ പെരുമഴ പോലെ കർത്താവിന്റെ തിരുച്ചോര ഒഴുകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പെയ്യട്ടെ പെയ്യട്ടെ പെയ്യട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിരുച്ചോരേ, തിരുരക്തമേ, blood of Jesus, blood of Jesus. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി. വിമോചനം കർത്താവിൽ നിന്നാണ്, ഡെലിവറൻസ് കർത്താവിൽ നിന്നാണ്, അത്ഭുതങ്ങൾ കർത്താവിൽ നിന്നാണ്, സൗഖ്യങ്ങൾ കർത്താവിൽ നിന്നാണ്. തിരുച്ചോരയെ വിളിച്ച് കർത്താവായ യേശുവിനെ തിരുരക്തത്തെ വിളിച്ച് ആ ശക്തി അനുഭവിച്ചുകൊണ്ട് കരമുയർത്തി വിളിക്കുന്നു. യേശുവിന്റെ തിരുരക്തമേ, തിരുരക്തമേ, തിരുച്ചോരേ, തിരുച്ചോരേ കഴുകണമേ, കഴുകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അന്ധകാരാധിപത്യങ്ങള്, പാപപൈശാചിക മുഖങ്ങള്, ശത്രുവിന്റെ പോരുകള്, ദുഷ്ടന്റെ കെട്ടുപാടുകള് തിരുച്ചോരയുടെ അനന്ത ശക്തിയാൽ ഇപ്പോൾ ഈ സമയം തകർക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, തിരുച്ചോരയുടെ ശക്തിയാൽ ഞങ്ങൾ അനോയിന്റ് ചെയ്യണമേ. തിരുച്ചോരയുടെ ശക്തിയാൽ ഞങ്ങൾക്ക് വിമോചനം നൽകണമേ, ഡെലിവറൻസ് നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, സഹോദരി സഹോദരങ്ങൾക്ക്, ജീവിത പങ്കാളിക്ക്, മാതാപിതാക്കൾക്ക്, ഞങ്ങളായിരിക്കുന്ന സഭാ സമൂഹങ്ങൾക്ക് പരിശുദ്ധാത്മാവേ തിരുച്ചോരയുടെ അനന്ത ശക്തിയാൽ ഡെലിവറൻസ് നൽകണമേ. റിലീസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തി വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, തിരുച്ചോരയുടെ അനന്ത ശക്തി വ്യാപരിക്കട്ടെ. റിലീസ്. സ്തുതിച്ചോ സ്തുതിച്ചോ പ്രാർത്ഥിച്ചോ, ഹൃദയം തുറന്ന് സ്തുതിച്ചോ സ്തുതിച്ചോ സ്തുതിച്ചോ. ഈശോ ഈശോ ഈശോ. മുഖ്യദൂതന്മാരെ, ഒഴുക്കണമേ. വിശുദ്ധ മിഖായേലേ, വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റാഫയേലേ, തിരുരക്തം തെളിച്ച് ഞങ്ങളെ ശുദ്ധി ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ, തലമുറകളെ ശുദ്ധീകരിക്കണമേ. ഗ്ലോറി 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 ഗ്ലോറി. പരിശുദ്ധാത്മാവേ, കർത്താവേ, അങ്ങയുടെ തിരുച്ചോരയുടെ അനന്ത ശക്തിയാൽ ഞങ്ങളെ മുദ്ര വെക്കണമേ. അങ്ങ് നൽകുന്ന വിമോചനത്തിന് ശക്തിയാൽ ദിനം തോറും ജീവിക്കുവാൻ കൃപ ചെയ്യണമേ. പരിശുദ്ധ അമ്മ മാതാവേ, കർത്താവ് നൽകുന്ന ഡെലിവറൻസിന്റെ കൃപയിൽ ഞങ്ങളെല്ലാം വളരുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ വിമോചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിറയ്ക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ജൂലൈ മാസം 1-ാം തീയതി
സാർവത്രിക സഭയിൽ നമ്മുടെ കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയായിരുന്നു. ജൂലൈ മാസം മുഴുവൻ കർത്താവിൻ്റെ തിരുച്ചോരയ്ക്ക് ഈ മാസം സഭ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. തിരുരക്തത്തിനായി പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ ദിനങ്ങളിൽ തന്നെ കർത്താവിൻ്റെ തിരുച്ചോരയുടെ അനന്ത ശക്തിയെക്കുറിച്ചും നമ്മുടെ കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ അമൂല്യമായ വിലയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുക, കൂടുതൽ തിരുരക്തത്തിൽ നിന്ന് കൃപകൾ സ്വീകരിക്കുക എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ റൂഹ തൻ്റെ വചനത്തിലൂടെ നമുക്ക് നൽകുന്ന ആലോചന തിരുരക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. തിരുരക്തത്തിൻ്റെ ശക്തി നമ്മൾ അനേക പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ള, ചിന്തിച്ചിട്ടുള്ള ആത്മീയ വിഷയമാണ് യേശുവിൻ്റെ തിരുരക്തം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കർത്താവായ യേശുവിൻ്റെ തിരുരക്തം മനുഷ്യവർഗം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാരമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈശോ കുരിശിൽ രക്തം ചിന്തിയപ്പോൾ ആ രക്തം ചിന്തലിലൂടെ മനുഷ്യവർഗം മുഴുവൻ സമ്പൂർണമായും രക്ഷപ്പെട്ടുവെന്ന് നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇത് നിത്യമായ സത്യമാണ്. കർത്താവിൻ്റെ തിരുരക്തം മനുഷ്യവർഗം മുഴുവൻ്റെയും സകല പാപങ്ങൾക്കുള്ള പരിഹാരമാണ്, സമ്പൂർണമായ രക്ഷയാണ്. എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ രക്തം ചിന്തലിനെ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ, രക്ഷിക്കുവാനായി കഴിഞ്ഞത്? പലരും ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ലോക ചരിത്രത്തിൽ മറ്റു പലരും കുരിശിൽ കിടന്ന് മരിച്ചിട്ടുണ്ട്, അവരും കുരിശിൽ രക്തം ചിന്തിയിട്ടുണ്ട്. എന്നാൽ അവരുടെ കുരിശ് മരണത്തിന്, അവരുടെ രക്തം ചിന്തലിനെ മനുഷ്യൻ്റെ പാപങ്ങളെ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ചിന്തലിനെ, ക്രിസ്തുവിൻ്റെ കുരിശ് മരണത്തിന് മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപങ്ങളെയും പരിഹരിക്കുവാനായി കഴിഞ്ഞത്? തിരുരക്തത്തിൻ്റെ അനന്തമായ ശക്തി എന്താണ്? തിരുച്ചോരയിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന അമൂല്യമായ അനുഗ്രഹങ്ങളും സ്വർഗീയമായ നന്മകളും എന്തെല്ലാമാണ്? എൻ്റെ സഹോദരങ്ങളെ, എത്ര വിശിഷ്ടമായ ആത്മീയ സമ്പത്താണ് കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ രക്തം ചിന്തലിലൂടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. എഫെസസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനം. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ്? ദൈവം തന്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമ്മുടെ ഏക കർത്താവും ഏക രക്ഷകനുമായ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പാപമോചനവും യേശുവിൻ്റെ രക്തം വഴി രക്ഷയും നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ! ഇത് വലിയൊരു സന്തോഷ വാർത്തയാണ്. ഏറ്റവും വലിയ ഗുഡ് ന്യൂസ് ആണത്. കർത്താവിൻ്റെ രക്തം ചിന്തലിലൂടെ എനിക്കും നിങ്ങൾക്കും രക്ഷ ലഭിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപ പരിഹാര ബലിയാണ്. ക്രിസ്തുവിൽ നമുക്ക് പാപമോചനമുണ്ട്. അവൻ്റെ തിരുച്ചോരയിൽ നമുക്ക് സമ്പൂർണമായ രക്ഷയുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ്. എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ രക്തം ചിന്തലിലൂടെ നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നത്? ഇത് തിരിച്ചറിയണമെങ്കിൽ നാം പഴയ നിയമ ഭാഗത്തേക്ക് പോകണം. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 11-ാമത്തെ വചനം.
മനുഷ്യൻ്റെ ജീവൻ രക്തത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. എല്ലാവരും വചനം ശ്രദ്ധിച്ച്. മനുഷ്യൻ്റെ ജീവൻ, ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ റൂഹ ഈ സത്യം എഴുതി വെച്ചിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ അജ്ഞാനം, അവൻ ഓംനിഷ്യൻ്റാണ്, സർവജ്ഞാനിയായ ദൈവമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ സയൻസ് ഒക്കെ ഇതൊക്കെ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രക്തം വാർന്നുപോയി, ആള് മരിച്ചു. അപകടത്തിൽപ്പെട്ട് രക്തം വാർന്നുപോയി, ആ വ്യക്തി മരിക്കുകയാണ്. നമ്മുടെ രക്തം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ജീവനും നമ്മുടെ രക്തവും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് കർത്താവിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച്, നമ്മുടെ കർത്താവ് സർവശക്തനായ ദൈവമാണ്. ഇവിടത്തേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. സ്വർഗത്തിലിരുന്ന് കർത്താവിന് പറഞ്ഞാൽ പോരെ, മനുഷ്യവർഗമേ നിങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നെന്ന് കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കുകയില്ലേ? സംശയിക്കേണ്ട, നിശ്ചയമായും സംഭവിക്കും. എന്നാൽ പിന്നെ എന്തിനാണ് നമ്മെപ്പോലെ രക്തത്തിലും ശരീരത്തിലും ഭാഗവാക്കായി മനുഷ്യനായി ലോകത്തിലേക്ക് കർത്താവായ യേശു ഇറങ്ങി വന്നത്? കാരണം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വ്യവസ്ഥയാണ്. എബ്രായ പുസ്തകം 9:22 വചനം പറയുന്നുണ്ട്, രക്തം ചിന്താതെ പാപമോചനമില്ല. എല്ലാവരും ഒരുമിച്ച് ആ വചനം ഏറ്റു പറഞ്ഞേ. രക്തം ചിന്താതെ പാപമോചനമില്ല. ഒരിക്കൽ കൂടെ നേറ്റു പറഞ്ഞേ, രക്തം ചിന്താതെ പാപമോചനമില്ല. എന്റെയും നിങ്ങളുടെയും മനുഷ്യവർഗം മുഴുവന്റെയും സകല പാപങ്ങളെയും വിമോചിപ്പിക്കുവാൻ, നമ്മളെ സമ്പൂർണ്ണമായി വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ, ഇത് സംഭവിക്കണമെങ്കിൽ കർത്താവ് നമ്മെപ്പോലെ മനുഷ്യനായി ഇറങ്ങി വന്ന് കുരിശിൽ രക്തം ചിന്തി മരിക്കുക എന്നുള്ളത് അത് ദൈവത്തിൻ്റെ ഹിതവും വ്യവസ്ഥയുമായിരുന്നു. രക്തം ചിന്താതെ പാപമോചനമില്ല. അപ്പോൾ രക്തം ചിന്തലിലൂടെ പാപങ്ങൾക്ക് പൊറുതി, പാപങ്ങൾക്ക് മോചനം ലഭിക്കുക. അതുകൊണ്ട് പഴയ നിയമത്തിൽ കുഞ്ഞാടുകളെയും കാളക്കിടാക്കളെയും കോലാടുകളെയെല്ലാം അറുത്ത് പാപങ്ങൾക്ക് പരിഹാരമായി അവയെല്ലാം യാഗമായി അർപ്പിച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ മനുഷ്യവർഗം മുഴുവൻ്റെയും പെസഹ കുഞ്ഞാടായി നമ്മുടെ എല്ലാം സമ്പൂർണ്ണമായി വീണ്ടെടുപ്പിനും നിത്യമായ രക്ഷയ്ക്കുമായി ദൈവത്തിൻ്റെ കുഞ്ഞാടായി യേശു ക്രിസ്തു ഇറങ്ങി വന്ന് തൻ്റെ പരിപാവനമായ പരിശുദ്ധമായ രക്തം നമുക്കായി ചിന്തി നമ്മെ സകല പാപങ്ങളിൽ നിന്നും വീണ്ടെടുത്ത് നിത്യമായി രക്ഷിച്ച് നമുക്ക് പൂർണ്ണമായ പാപമോചനം നൽകുകയാണ്. ഹല്ലേലൂയ! ഇതാണ് സുവിശേഷം. ഇതാണ് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന സദ്വാർത്ത. ഈ സത്യമാണ് പൗലോസ് പറയുക. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, അവിടുത്തെ രക്തം വഴി നമുക്ക് രക്ഷയും കൈവന്നിരിക്കുന്നു. എത്ര വലിയ ബ്ലെസ്സിങ് ആണ് ദൈവമക്കളെ! കർത്താവിൻ്റെ തിരുച്ചോരയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന നിത്യമായ സാൽവേഷൻ, ഇറ്റേണൽ സാൽവേഷൻ. ഓ ജീസസ്, ഇതുമാത്രം വലിയ കാരുണ്യമാണ് നമ്മോട് ചെയ്തത്. നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ, നമ്മൾ നിത്യ നരകത്തിൽ നിബന്ധിക്കാതിരിക്കാൻ, എനിക്കും നിനക്കും വേണ്ടി നമ്മുടെ കർത്താവ് കുരിശിൽ രക്തം ചിന്തി നമ്മെ പൂർണ്ണമായും രക്ഷിക്കുകയാണ്. അപ്പൊ കർത്താവിൻ്റെ രക്തത്തിൻ്റെ പവർ എന്താ? പലരും ഇതുപോലെ കുരിശിൽ കിടന്ന് മരിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ അവരുടെ രക്തത്തിനൊന്നും നമ്മുടെ പാപങ്ങൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശുവിൻ്റെ തിരു രക്തത്തിന് എന്തുകൊണ്ട് നമ്മുടെ പാപങ്ങളെ പരിഹരിക്കാൻ കഴിഞ്ഞത്, നമ്മളെ വീണ്ടെടുക്കാൻ കഴിഞ്ഞത്, നമ്മളെ പൂർണ്ണമായി രക്ഷിക്കാൻ കഴിഞ്ഞത്, നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യാൻ കഴിഞ്ഞത്? നമ്മൾ ശ്രദ്ധിക്കണം. എബ്രായ പുസ്തകം 7-ാം അധ്യായം 25-ാം വചനത്തിൽ പറയുന്നുണ്ട്, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായും രക്ഷിക്കുവാൻ കർത്താവായ യേശുവിനെ കഴിവുണ്ട്. ആ വചനം ശ്രദ്ധിച്ച് നമ്മൾ
യേശു ക്രിസ്തുവിലൂടെ ആരെല്ലാം ദൈവപിതാവിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നുവോ അവരെല്ലാം എത്ര വലിയ ബോണ്ടേജ് ആണ്, എത്ര വലിയ അടിമത്തമാണെങ്കിലും, പിശാചിന് അടിമത്തമാവട്ടെ, പാപത്തിന് അടിമത്തമാകട്ടെ, ശാപഗ്രസ്തമായ അടിമത്തമാകട്ടെ, മരണകരമായ അടിമത്തമാകട്ടെ, രോഗപീഡന അടിമത്തമാകട്ടെ, ഈ ലോകത്തിന് വിവിധങ്ങളായ ബോണ്ടേജുകളാകട്ടെ, എന്തുമാവട്ടെ, അതിൽ നിന്നെല്ലാം പൂർണ്ണമായി എന്നെയും നിന്നെയും രക്ഷിക്കുവാനുള്ള സർവശക്തിയും കഴിവും കർത്താവായ യേശുവിനുണ്ട്. ഹല്ലേലൂയ. പൂർണ്ണമായും രക്ഷിക്കുവാൻ. എല്ലാവരും അതിരം തുറന്നു ഉച്ചത്തിൽ പറഞ്ഞേ, നമ്മെ പൂർണ്ണമായും രക്ഷിക്കുവാൻ, നമ്മെ പൂർണ്ണമായും രക്ഷിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിവുണ്ട്. യേശു ക്രിസ്തുവിന് കഴിവുണ്ട്. പെർഫെക്റ്റ് പവർ, പെർഫെക്റ്റ് പവർ, പരിപൂർണമായ ശക്തിയാണ് കർത്താവായ യേശുവിൻ്റെ ശക്തി. അതുകൊണ്ടാണ് തിരക്തത്തിന് ശക്തിയുള്ളത്. കർത്താവിൻ്റെ ശക്തി പെർഫെക്റ്റ് ആണ്, പൂർണ്ണമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ തിരു ശരീരത്തിനെ നമ്മൾ രക്ഷിക്കാൻ ശക്തിയുണ്ട്. കർത്താവിൻ്റെ തിരുച്ചോരയ്ക്ക് നമുക്ക് ഡെലിവറൻസ് തരാൻ, നമുക്ക് ഹീലിംഗ് തരാൻ, നമ്മിലേക്ക് അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ, നമ്മെ രക്ഷിക്കുവാൻ, നമ്മളെ വീണ്ടെടുക്കുവാൻ, സകല കെട്ടുപാട് നമ്മളെ പുറത്തു കൊണ്ടുവരുവാനുള്ള അത്ഭുത പവർ തിരുരക്തത്തിനുണ്ട്. ഹല്ലേലൂയ. ഈ രക്തം നമ്മുടെ ഭവനങ്ങളിലേക്ക് ഒഴുകപ്പെടണം, നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടണം, നമ്മുടെ തലമുറകളിൽ തെളിക്കപ്പെടണം, നമ്മുടെ മക്കളിൽ തിരിച്ചോരയാൽ പൂശപ്പെടണം. നമ്മുടെ ജീവിതത്തിന് എല്ലാ മണ്ഡലങ്ങളിലേക്ക് ഈ തിരിച്ചോരയുടെ കവിഞ്ഞൊഴുക്ക്, തിരിച്ചോരയുടെ വർഷമുണ്ടാകണം. ഇത് നൽകാൻ കർത്താവ് റെഡിയാ പ്രിയപ്പെട്ടവരെ. അപ്പോൾ പെർഫെക്റ്റ് പവറാണ് കർത്താവിൻ്റെ, നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് കർത്താവിന് ഈ പെർഫെക്റ്റ് പവർ കിട്ടിയത്? കർത്താവിൻ്റെ ലൈഫ് പെർഫെക്റ്റ് ലൈഫായിരുന്നു. യേശു നമ്മെപ്പോലെ മനുഷ്യനായി ലോകത്തിൽ കടന്നു വന്നാലും പാപമില്ലാതെ അവൻ ജീവിച്ചു. പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും ഈശോ നമ്മെപ്പോലെയായിരുന്നു. അവൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. ദോഷരഹിതനായി, പരിശുദ്ധരിൽ പരിശുദ്ധനായി, നിഷ്കളങ്കനായി, പാപമില്ലാത്തവനായി നമ്മുടെ കർത്താവ് ജീവിച്ചു. അതുകൊണ്ട് കർത്താവിൻ്റെ ജീവിതത്തിന് ആ പൂർണ്ണമായ പവർ, ഓ ജീസസ്, കർത്താവിൻ്റെ രക്തം തിരുരക്തമായി, കർത്താവിൻ്റെ ശരീരം തിരുശരീരമായി അത് ഭക്ഷിക്കുകയും ആ രക്തം കുടിക്കുകയും ചെയ്യുന്നവർക്ക് ഡെലിവറൻസ്, ഹീലിങ്സ്, മിറക്കിൾസ്, എന്തൊക്കെ ആത്മീയ നന്മകൾ വേണമോ അതെല്ലാം നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു തരാൻ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? സഹോദരങ്ങളെ, ഇത് കെട്ടുകഥയല്ല, പഴങ്കഥയല്ല, ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ചങ്ക് കൊടുക്കണം. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലരിലും ഡെലിവറൻസിൻ്റെ പവർ വ്യാപരിക്കുന്നുണ്ട്, സൗഖ്യത്തിന് ശക്തി കടന്നു വരുന്നുണ്ട്. പല കുടുംബങ്ങളിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ വ്യാപനം സംഭവിക്കുന്നുണ്ട്. ജീസസ് ജീസസ്. ആവശ്യക്കാർ പ്രാപിക്കണം, പ്രാപിക്കണം, പ്രാപിക്കണം. പെർഫെക്റ്റ് ലൈഫാണ്. ഹെബ്രായ പുസ്തകം 7:26 പറയുന്നുണ്ട്, നമ്മുടെ കർത്താവ് ആരായിരുന്നു? അവൻ ദോഷരഹിതനും പരിശുദ്ധനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനുമായിരുന്നു. പാപമില്ലാതെ ജീവിച്ചു, പരിശുദ്ധനായി, ദോഷരഹിതനായി, നിഷ്കളങ്കനായി കർത്താവ് ജീവിക്കുക. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 8:46 യേശു പറഞ്ഞില്ലേ, നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും? അതുവരെ കർത്താവിനെതിരെ ആക്രോശിച്ച് നിന്ന് എല്ലാവരും അടഞ്ഞു പോവുകയാണ്. ആർക്കും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും? ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. പെർഫെക്റ്റ് ലൈഫ്. അതുകൊണ്ട് പെർഫെക്റ്റ് പവർ കർത്താവിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവരുടെ ജീവിതം പരിശുദ്ധ ജീവിതമായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ പവർ കലർപ്പില്ലാത്ത ശക്തിയാണ്. അത് ലോകത്തിൻ്റെ ശക്തിയല്ല, അത് ഉന്നതത്തിലെ ശക്തിയാണ്. ആ ശക്തിയുടെ മുൻപിൽ എതിർത്ത് നിൽക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും, മന്ത്രവാദ ശക്തിക്കോ, കൂടോത്ര ശക്തിക്കോ, ആഭിചാര ശക്തിക്കോ, രാഷ്ട്രീയ ശക്തിക്കോ, സാമ്പത്തിക ശക്തിക്കോ,
തീവ്രവാദ ശക്തികൾക്കോ ഈ ലോകത്തിൻ്റെ ഒരു ശക്തികൾക്കോ നരകത്തിൻ്റെ ഒരു ശക്തിക്കോ സാധ്യമല്ല. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റാണത്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഉയരത്തിലെ ശക്തിയാണ് കർത്താവിൽ നിരന്തരം വ്യാപരിച്ചതും കർത്താവിൽ നിന്ന് വെളിപ്പെട്ടതും. തിരുരക്തത്തെ, അതുകൊണ്ട് ഈശോയുടെ രക്തത്തിൽ ഇത്രയും പവർ. ബ്ലഡ് ഓഫ് ജീസസ് എന്ന് പറയുമ്പോൾ പിശാച് ഭയന്ന് വിറയ്ക്കുന്നു, സാത്താൻ കോട്ടകൾ തകരുന്നു, വ്യക്തികളിലുള്ള പൈശാചിക പീഡകൾ വിട്ടൊഴിഞ്ഞു പോകുന്നു, വലിയ ഡെലിവറൻസുകൾ സംഭവിക്കുന്നു, ഹീലിങ്സ് ഉണ്ടാകുന്നു. എന്താ കാരണം? തിരുരക്തത്തിൻ്റെ ശക്തി. പെർഫെക്റ്റ് ലൈഫാണ് കർത്താവിൻ്റെ പരിശുദ്ധമായ ജീവിതം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14:30 കർത്താവ് വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. തൻ്റെ കൂടെ നിൽക്കുന്ന ജനക്കൂട്ടത്തോട് കർത്താവ് പറയാണ്, ഈ ലോകത്തിൻ്റെ അധികാരിയായ പിശാചിന് എൻ്റെ മേൽ യാതൊരു അവകാശവുമില്ല, അധികാരവുമില്ല. കർത്താവിൻ്റെ വാക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ ലോകത്തിൻ്റെ ദേവനായ പിശാചിന് എൻ്റെ മേൽ അധികാരമില്ല. കാരണം എന്താ? ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചപ്പോഴും ലോകത്തിൻ്റെതല്ലാത്തതുപോലെ പാപമില്ലാത്തവനായി, ദോഷരഹിതനായി, നിഷ്കളങ്കനായി, പരിശുദ്ധനായി ജീവിച്ചു. അതുകൊണ്ട് പിശാചിനെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ മേൽ, കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ മേൽ, കർത്താവിൻ്റെ രക്തത്തിൻ്റെ മേൽ ക്ലെയിം ചെയ്യാൻ, അവനെ ഹോൾഡ് ചെയ്യാൻ ഒന്നുകൊണ്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ രക്തം തിരുരക്തമായി, തിരുരക്തമായി, തിരുരക്തമായി. ഹല്ലേലൂയ! ബ്ലഡ് ഓഫ് ജീസസ് എന്ന് ചങ്കുപൊട്ടി വിളിക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വരികയാണ്. നമുക്ക് വേണ്ട കൃപാവരങ്ങൾ വെളിപ്പെടുകയാണ്. നമുക്ക് വേണ്ട പവർ റിലീസ് ചെയ്യപ്പെടുകയാണ്. നമുക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് വേണോ അതെല്ലാം ഹോളി സ്പിരിറ്റ് നമ്മിലേക്ക് പകരുകയാ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മനസ്സിലാകുന്നുണ്ടോ? വചനത്തിലൂടെ വെളിപ്പെടുന്ന ഈ ആത്മീയ മർമ്മം മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ പ്രാപിക്കണം. എന്നും ഈ ദുഃഖിച്ചും നിരാശപ്പെട്ടും നരകിച്ചും ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. നിങ്ങളത് പ്രാപിക്കണം, ഏറ്റെടുക്കണം, റിസീവ് ചെയ്യണം. ബ്ലഡ് ഓഫ് ജീസസിലൂടെ സ്വർഗം തന്നിരിക്കുന്ന സ്വർഗീയമായ നന്മകൾ, അനുഗ്രഹങ്ങളെല്ലാം തിരുരക്തത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ മാസം, ഈ ദിനങ്ങളിൽ കൂടുതൽ കർത്താവിൻ്റെ തിരുച്ചോരയെക്കുറിച്ച് ധ്യാനിക്കുക, തിരുരക്തത്തെക്കുറിച്ച് ധ്യാനിക്കുക. സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന കൃപാവരങ്ങളിൽ നിറഞ്ഞ് ജീവിക്കുക. നമ്മുടെ ജീവിതം ലോകത്തിനും സഭയ്ക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിന് എല്ലാ മേഖലകളിലും നിങ്ങൾ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. തിരുരക്തത്തെ നിങ്ങൾ പുഷ് ചെയ്യണം. കർത്താവിൻ്റെ ബ്ലഡ് പുഷ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഏതൊക്കെ മേഖലകളിൽ കർത്താവിൻ്റെ ശക്തി പ്രകടമാകണമോ, പരിശുദ്ധാത്മയുടെ ഇടപെടൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അവിടേക്കെല്ലാം കർത്താവിൻ്റെ ബ്ലഡ് നിങ്ങൾ പുഷ് ചെയ്യുക. നിങ്ങൾ ആ രക്തത്തെ നിങ്ങൾ ക്ലെയിം ചെയ്ത് നിങ്ങൾ തെളിക്കുക. സ്വർഗം ഈ തിരിച്ചോര നമുക്ക് തന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ തിരുരക്തം തന്നിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമുക്കതിനായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദിനംതോറും കർത്താവിൻ്റെ തിരുശരീരക്തങ്ങളിൽ വളരുവാൻ, പരിശുദ്ധ കുർബാനയിലേ ആഴപ്പെടുവാൻ, ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുവാൻ, പരിശുദ്ധ കുർബാന കെട്ടിപ്പിടിച്ച് ജീവിക്കുക. ഇന്ന് നമുക്ക് ഈ തിരുരക്തം ഇവിടുന്ന് കിട്ടുന്നത് ഓരോ പരിശുദ്ധ കുർബാനയിലാണ്. അതിൻ്റെ അമൂല്യത, ആത്മീയ സമ്പത്ത് തിരിച്ചറിഞ്ഞ് നമുക്കതിനായി ആഗ്രഹിക്കുകയും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി തൻ്റെ തിരുച്ചോരയാൽ അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വ